ഈ ഒരു മോഡലിൽ നമുക്ക് 240 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ആവുന്നുണ്ട്. അതുപോലെ തന്നെ വേൾഡിൽ ഫസ്റ്റ് സ്മാർട്ട് ഫോൺ ബ്രാൻഡായിരിക്കും ഈ ഒരു 240 വാട്ട് ഫാസ്റ്റ് ചാർജിങ് കൊണ്ടുവരുന്നത്. പൾസ് ഇന്റർഫേസ് എന്ന് പറയുന്ന ഒരു RGB സിസ്റ്റം കൂടെ കൊണ്ടുവരുന്നുണ്ട്. സ്മാർട്ടായുള്ള ഒരു RGB സിസ്റ്റം കൂടെ ഇതിൽ കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾക്ക് 25 കളർ വരെ കസ്റ്റമൈസേഷൻ ചെയ്ത് ഈ ഒരു RGB സിസ്റ്റത്തിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് Realme GT3 എന്ന് പറയുന്ന മോഡലാണ്. ഇത് ഒഫീഷ്യലായിട്ടുള്ള ലോഞ്ച് ഇവൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും അതുപോലെ ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ നോർമൽ GT സീരീസിനേക്കാളും കുറച്ചും കൂടി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ ടോട്ടൽ ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഡിസൈൻ കൊണ്ടുവരിക്കുന്നത്. ബിൽഡും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് ഫ്രെയിമാണ് വരുന്നത്. അതുപോലെ തന്നെ ആൻറ്റി ഗ്ലെയർ ഗ്ലാസ് ആണ് ബാക്കിൽ കൊണ്ടുവരുന്നത്. പിന്നെ ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആ ഒരു ക്യാമറ സെറ്റപ്പിൽ ഒരു ഗ്ലാസ് ബിൽഡാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു പൾസ് ഇൻ്റർഫേസ് എന്ന് പറയുന്ന ആ ഒരു RGB സിസ്റ്റം കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് അവിടെ കാണാൻ പറ്റും. പിന്നെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ നമുക്ക് 5 ഹോൾ കട്ടൗട്ട് വരുന്നുണ്ട് സെൽഫിക്ക് വേണ്ടി. അതുപോലെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റ് ആണ് അതിൽ വരുന്നത്. പിന്നെ അതുപോലെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഗോറില്ല ഗ്ലാസ് വിക്ടസ് പ്രൊട്ടക്ഷനും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് 199 ആണ് ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത്. ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ നമുക്ക് 6.74 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുപോലെ അൾട്രാ അമോലെഡ് ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് വന്നിരിക്കുന്ന പാനൽ എന്ന് പറയുന്നത്. 10 ഡിസ്പ്ലേ ആണിത്. അതുപോലെ നമുക്ക് 144 ഹെർട്സ് റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. 360 ആണ് ടച്ച് സാമ്പിളിങ് കാര്യങ്ങൾ വരുന്നത്. പിന്നെ ടോട്ടൽ പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് നമുക്ക് 1100 നിറ്റ്സ് ആണ് വരുന്നത്. പിന്നെ ഈ ഒരു മോഡലിൽ HDR10+ ഒക്കെ സപ്പോർട്ട് ആയിട്ടുണ്ട്. ഈ ഒരു ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു എഡ്ജും കാര്യങ്ങളാണ് വരുന്നത്. ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ കാര്യങ്ങളാണ്. ചിപ്സെറ്റും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് Qualcomm Snapdragon 8+ Gen ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ നമുക്ക് LPDDR5 റാം ടൈപ്പാണ് വരുന്നത്. പിന്നെ UFS 3.1 സ്റ്റോറേജ് ആണ് വരുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് Wi-Fi 6 വരുന്നുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് വേപ്പർ കൂളിംഗ് സിസ്റ്റം മാക്സ് 2.0 ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു ബെറ്റർ ആയിട്ടുള്ള കൂളിംഗ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് കിട്ടുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഈ ഒരു ചിപ്സിൽ 8K and 30 FPS വരെ വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം അത് ഈ ഒരു ചിപ്സിൻ്റെ ഭാഗമായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തതുള്ളൂ. പിന്നെ നമുക്ക് ടോട്ടലായിട്ട് 5 റാം വേരിയൻറ്റ് വരുന്നുണ്ട്. അതായത് 8GB റാമും 128GB സ്റ്റോറേജ് വേരിയൻറ്റും പിന്നെ 12GB റാമും 256GB സ്റ്റോറേജും പിന്നെ 16GB റാമും 256GB സ്റ്റോറേജും പിന്നെ 16GB റാമും 512GB സ്റ്റോറേജും പിന്നെ നമുക്ക് 16GB റാമും പിന്നെ 1TB സ്റ്റോറേജും വരുന്ന വേരിയൻറ്റ്. ഔട്ട് ഓഫ് ദ ബോക്സ് Android 13 ആണ് വരുന്നത്. അതുപോലെ നമുക്ക് Realme UI 4.0 ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ബെറ്റർ ആയുള്ള ഒരു സോഫ്റ്റ്വെയറും കാര്യങ്ങളും ഇതിലും കൊണ്ടുവന്നിട്ടുണ്ട്. 4600 mAh ബാറ്ററിയാണ് വരുന്നത്. ഇത് ചാർജ് ചെയ്യാനായിട്ട് നമുക്ക് 240 വാട്ട് സൂപ്പർ വോക്ക് ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. 0 നിന്ന് 100 വരെ ചാർജ് ചെയ്യാനായിട്ട് നമുക്ക് 10 മിനിറ്റ് മതി എന്നുള്ളതാണ് നമ്മുടെ Realme അവകാശപ്പെടുന്നത്. അതുപോലെ ഈ ഒരു ബാറ്ററി കൂൾ ചെയ്യാനായിട്ട് ഇതിനകത്ത് നമുക്ക് VC ലിക്വിഡ് കൂളിംഗും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ബാക്ക് സൈഡിൽ വരുന്നത്. ഇതിനകത്ത് OIS സപ്പോർട്ട് ആവുന്ന 50 MP പ്രൈമറി ക്യാമറ ആണ് വരുന്നത്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന സെൻസർ നോക്കുകയാണെങ്കിൽ സോണിയുടെ IMX890 എന്ന് പറയുന്ന ഒരു സെൻസറാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ 8 MP അൾട്രാ വൈഡ് ആംഗിൾ വരുന്നുണ്ട്. പിന്നെ 2 MP മാക്രോ ലെൻസും വരുന്നുണ്ട്. ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ബാക്ക് സൈഡിലെ ക്യാമറ സെറ്റ് പോകുന്നത്. പിന്നെ നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് 4K and 30 FPS അല്ലെങ്കിൽ 60 FPS യൂസ് ചെയ്ത് നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. 8Kയുടെ ഓപ്ഷൻ ഇതിനകത്ത് കൊടുത്തിട്ടില്ല. പിന്നെ ഫ്രണ്ട് സെൽഫി നോക്കുകയാണെങ്കിൽ നമുക്ക് 16 മെഗാപിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറ ആണ് വരുന്നത്. ഇതിൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന പറയുന്നത് 1080p and 30 FPS അല്ലെങ്കിൽ 60 FPS ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യാന്നുള്ളൂ. അപ്പോൾ ഇതിൽ നമ്മുടെ ഫ്രണ്ട് സെൽഫിയിൽ നമുക്ക് 4K കാര്യങ്ങൾ സപ്പോർട്ട് ആവില്ല. 1080p ആയിരിക്കും സപ്പോർട്ട് ആവുന്നത്. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ചിപ്സെറ്റ് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ആവുന്ന ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കറാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് GT മോഡ് 4.0 എന്ന് പറയുന്ന വെർഷനും ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഇത്രയും സ്പെസിഫിക്കേഷൻ ആണ് നോക്കാനുള്ളത്. നമുക്ക് ഡിസ്പ്ലേ വെച്ച് നോക്കുകയാണെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് കൊണ്ടുവരുന്നത്. നല്ലൊരു AMOLED ഡിസ്പ്ലേ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ നല്ലൊരു ബ്രൈറ്റ്നസും കാര്യങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് നമുക്ക് 1100 നിറ്റ്സ് ആണ് ബിഗ് ബ്രൈറ്റ്നസും കാര്യങ്ങളും വരുന്നത്. പിന്നെ നമുക്ക് 360 ടച്ച് സാമ്പിളിങ് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ 144 ഹെർട്സ് റിഫ്രഷ് റേറ്റ് കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ HDR10+ സപ്പോർട്ട് ആയിട്ടുള്ള ഡിസ്പ്ലേ കാര്യങ്ങളാണ്. അപ്പം ഓവറോൾ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് നമ്മുടെ Realmeയുടെ സൈഡിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. ചിപ്സെറ്റും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു ചിപ്സെറ്റ് തന്നെയാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് 4K ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ടോട്ടലി ഈ ഒരു ചിപ്സിൽ നമുക്ക് 8K and 30 FPS വരെ വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ Realme കൊണ്ടുവന്നിരിക്കുന്നത് 4K and 60 FPS വരെ വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ചിലപ്പം കോസ്റ്റ് കട്ടിങ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുപോലെ നമുക്ക് ഇതിനകത്ത് IP റേറ്റിംഗ് കാര്യങ്ങളൊന്നും ഇതിനകത്ത് സർട്ടിഫൈ ചെയ്തിട്ടില്ല. അപ്പം കോസ്റ്റ് കട്ടിങ്ങിൻ്റെ രീതിയിൽ അവർ ആ ഒരു കാര്യം കൂടെ ഇവിടെ ഒഴിവാക്കിയിട്ടുണ്ട്. ഒരു ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളും ഇതിൽ കിട്ടുന്നുണ്ട്. അതുപോലെ നമുക്കിനകത്ത് 240 വാട്ട് ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ബാറ്ററി ഓവർ ഹീറ്റ് ആവാതിരിക്കാൻ വേണ്ടി നമുക്കിനകത്ത് VCൻ്റെ ലിക്വിഡ് കൂളിംഗ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ബെറ്റർ ആയിട്ടുള്ള രീതിയിലാണ് അവർ ഈ ഒരു മോഡൽ ഓവറോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ നമ്മൾ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഓവറോൾ ഡിസൈനും കാര്യങ്ങൾ അവർ ചെറുതായിട്ടൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. നോർമൽ GTൻ്റെ ആ ഒരു വെർഷനുകളിൽ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിൽ അവർ ഡിസൈൻ കാര്യങ്ങൾ പിടിച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും എന്താണ് നമ്മുടെ ടോട്ടൽ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തരാം. അതുപോലെ എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ആയിട്ട് അറിയിക്കാം. നിങ്ങൾക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെയും എല്ലാവർക്കും ഗുഡ് ബൈ.